ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കാർത്തികേയൻ എന്ന ഗുണ്ടയിൽ നിന്നും കണ്ണൻ നടന്നു എന്നും ഒറ്റയ്ക്കാണ് മല കയറിയത് എന്നെല്ലാം മനസ്സിലാക്കുന്ന മേഘൻ എല്ലാവരും ചേർന്ന് നല്ലൊരു തിരക്കഥ ഉണ്ടാക്കി നമ്മളുടെ മുന്നിൽ അഭിനയിച്ച് തകർക്കുകയാണെന്നും കണ്ണനും മഹാലക്ഷ്മിയും എല്ലാ അർത്ഥത്തിലും ഒന്നായിട്ടുണ്ട്. കണ്ണൻ്റെ കുഞ്ഞ് തന്നെയാണ് മഹാലക്ഷ്മിയുടെ വയറ്റിൽ വളരുന്നത് എന്ന് ഈ നാടകത്തിന് ഒരു ക്ലൈമാക്സ് ഉണ്ട്. അത് ഞാൻ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട് എന്നും മേഘൻ പറയുന്നുണ്ട്. പിന്നീട് കണ്ണൻ മേഘനെ കാണാനായിട്ട് പോകുന്നു എന്നറിയുന്ന മഹി വല്ലാതെ തന്നെ ടെൻഷൻ ആവുന്നുണ്ട്. അവൻ്റെ നീക്കങ്ങൾ മുൻകൂട്ടി അറിയാനായിട്ട് അവനെ കാണുക തന്നെ വേണം. ഇപ്പോൾ ഞാൻ മുൻപത്തെ പോലെയല്ലല്ലോ, എല്ലാവരെയും പോലെ അവൻ എന്തെങ്കിലും അപായപ്പെടുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാവരെയും പോലെ എഴുന്നേറ്റ് നിന്ന് പ്രതിരോധിക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. പിന്നെ ഞാൻ ഗേറ്റിന് പുറത്തിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ മാർക്കോ എന്തായാലും അതറിയും. അവൻ അവിടെ എത്തുമെന്നും കണ്ണൻ പറഞ്ഞ് മഹിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഇതേ സമയം മേഘനാണെങ്കിൽ കണ്ണനെ എങ്ങനെയാണ് കൊലപ്പെടുത്തേണ്ടത് എന്നുള്ള ഒരു പദ്ധതി മനസ്സിൽ ആസൂത്രണം ചെയ്യുന്നു. മേഘൻ്റെ കൂടെ വരണമോ എന്ന് ഗുണ്ട ചോദിക്കുന്നുണ്ടെങ്കിലും എനിക്ക് ആരുടെയും സഹായം വേണ്ട എന്നും തോമസ് വൈദ്യൻ്റെ ചികിത്സ കൊണ്ട് തന്നെ എൻ്റെ അസ്ഥികളൊക്കെ നേരെയായിട്ടുണ്ട്. കണ്ണൻ്റെ സ്വത്തുക്കൾ ആഗ്രഹിച്ച് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. അതെനിക്കും എന്നെ സ്നേഹിക്കുന്നവർക്ക് മാത്രം കിട്ടിയാൽ മതി. അവനും അവൾക്കും അനുഭവിക്കാനായിട്ട് ഞാനത് വിട്ടുകൊടുക്കില്ല എന്നും മനസ്സിൽ കണക്ക് കൂട്ടുന്നുണ്ട് കേട്ടോ മേഘൻ. അങ്ങനെ കണ്ണൻ രണ്ടും കൽപ്പിച്ച് മേഘനെ കാണാനായിട്ട് അഗസ്ത്യ കൂടത്തിലെത്തുന്നു. അപ്പോൾ സാഗർ അവിടെ നിൽപ്പുണ്ട്. കണ്ണനെ കാണുമ്പോൾ തന്നെ എന്താ കണ്ണൻ സാറേ എന്ന് സാഗർ ചോദിക്കുമ്പോൾ ഞാൻ മേഘൻ വിളിച്ചിട്ട് വന്നതാണെന്ന് പറയുമ്പോൾ തന്നെ സൂക്ഷിക്കണം സാറേ, അവനൊരു അസുരൻ്റെ ജന്മമാണെന്ന് സാഗർ പറയുമ്പോൾ ഒന്നും സംഭവിക്കില്ല സാഗറെ, അവൻ്റെ ചതി മുൻകൂട്ടി അറിഞ്ഞ് മഹിയെയും ഞങ്ങളുടെ കുഞ്ഞിനെയും രക്ഷിക്കാൻ അവനുമായിട്ട് സംസാരിക്കണം എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് കണ്ണൻ മേഘൻ്റെ മുറിയിലേക്ക് പോകുന്നു. പിന്നീട് അങ്ങനെ കണ്ണൻ മേഘൻ്റെ മുറിയിലേക്ക് ചെല്ലുന്നു. കണ്ണനെ കാണുമ്പോൾ തന്നെ ഇവനിപ്പോൾ ഒരു കുഴപ്പവുമില്ല, എന്നിട്ടും ഇവൻ വീൽ ചെയറിൽ സഞ്ചരിച്ച് എല്ലാവരെയും പൊട്ടന്മാരാക്കാണ്. ഞാനിതൊക്കെ അറിഞ്ഞിട്ടില്ലെന്നാണ് ഇവനും ഇവനെ സ്നേഹിക്കുന്നവരും ഒക്കെ കരുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവൻ എൻ്റെ മുന്നിൽ എത്തിയത്. നീ ഉണ്ടാക്കിയെടുത്ത ഈ നാടകം ഞാൻ പൊളിച്ചെഴുതും കണ്ണാ എന്നെല്ലാം സ്വയം ദേഷ്യത്തോടു കൂടി മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ മേഘൻ. തുടർന്ന് നീ എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞതെന്ന് കണ്ണൻ ചോദിക്കുമ്പോൾ നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്, പുറത്ത് എവിടെയെങ്കിലും ഒരു ഒഴിഞ്ഞ കോണിൽ വെച്ച് സംസാരിക്കാം. ജീവിതമൊക്കെ ആകെ തരിശായി കിടക്കുകയാണ് ചില വാർത്തകൾ കേട്ടതോടുകൂടി. കാരണം നീയും മഹാലക്ഷ്മിയും അങ്ങനെ സ്നേഹിച്ച് ജീവിച്ചവരല്ലേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ മേഘൻ കണ്ണന് മുന്നിൽ അഭിനയിക്കുന്നുണ്ട്. പക്ഷേ മേഘൻ്റെ ആ ഭാവമാറ്റത്തിൽ നിന്ന് തന്നെ ഒരു ചതി അതിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നൊരു ഡൗട്ട് തോന്നുന്നുണ്ട് കേട്ടോ കണ്ണന്. പക്ഷേ ഇവൻ്റെ പദ്ധതി മനസ്സിലാക്കി മഹിയെയും കുഞ്ഞിനെയും സംരക്ഷിക്കണം. തൽക്കാലം ഇവൻ പറഞ്ഞത് കേട്ടേ മതിയാകൂ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് മേഘനോടൊപ്പം പോകാൻ തന്നെ കണ്ണൻ തീരുമാനിക്കുന്നുണ്ട് കേട്ടോ. തുടർന്ന് ഡ്രൈവറോട് വരാനായിട്ട് കണ്ണൻ ആ കാറിൽ പോകാമെന്ന് പറയുന്നുണ്ടെങ്കിലും അത് വേണ്ട കണ്ണ, നമുക്ക് എൻ്റെ കാറിൽ പോകാം, ഡ്രൈവർ ഇവിടെ വെയിറ്റ് ചെയ്യട്ടെ, ഇത് നമുക്ക് മാത്രമായിട്ട് സംസാരിക്കാനുള്ള കാര്യങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ കണ്ണനും അത് സമ്മതിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സാഗരനാണെങ്കിൽ ഇതെല്ലാം കേട്ട് ശരിക്കും ഭയപ്പെടുന്നുണ്ട്. കണ്ണൻ സാറിനെ അപായപ്പെടുത്തുമോ, അതിനാണോ മേഘൻ കൊണ്ടുപോകുന്നത് എന്നാലോചിച്ച് വല്ലാതെ തന്നെ പേടി പിടിക്കുന്നുണ്ട് കേട്ടോ സാഗരനും. അങ്ങനെ കണ്ണനും മേഘനും പോയതിന് ശേഷം അയാളെ വിശ്വസിക്കാൻ പറ്റില്ല. കണ്ണൻ സാറിന് എന്തെങ്കിലും സംഭവിച്ചാലോ എന്നെനിക്ക് പേടിയുണ്ട്, എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം എന്നെല്ലാം ഡ്രൈവർ സാഗറിനോടായിട്ട് പറയുന്നുണ്ട്. ഇതേ സമയം തോമസ് സാറും അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ണനെയും കൊണ്ട് മേഘൻ പോയി എന്നറിയുമ്പോൾ തോമസ് സാറും അല്ലാതെ തന്നെ പരിഭ്രമിക്കുന്നുണ്ട്. അപ്പോൾ തോമസ് സാറ് പറയുന്നുണ്ട് എന്തായാലും അയാളിപ്പോൾ നട്ടെല്ലിന് തളർച്ച സംഭവിച്ചിട്ടുള്ള ഒരാളല്ല, എല്ലാവരെയും പോലെ എന്തെങ്കിലും അപായം വന്നു കഴിഞ്ഞാൽ അത് പ്രതിരോധിക്കാനുള്ള കഴിവ് ഇപ്പോൾ കണ്ണനുണ്ടെന്ന് തോമസ് സാറ് പറയുമ്പോൾ എന്തായാലും സാറേ, നേർക്ക് നേരെ നിന്ന് ഏറ്റുമുട്ടുന്ന സ്വഭാവമൊന്നും അല്ല ആ മേഘനുള്ളത്. പുറകിൽ നിന്നുള്ളൊരു ചതി വന്നാൽ കണ്ണൻ സാറ് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചുകൊണ്ട് സാഗർ വീണ്ടും വല്ലാതെ തന്നെ ടെൻഷൻ അടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മേഘൻ കണ്ണനെ ഒരൊറ്റപ്പെട്ട സ്ഥലത്തേക്കാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ ആ ഒരു പ്രദേശങ്ങൾ കാണുമ്പോൾ തന്നെ കണ്ണന് ഇത് ഒരു പന്തിയല്ലല്ലോ എന്ന് തോന്നിപ്പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊന്നും ആരും ഇല്ലല്ലോ മേഘ, നീ ഇതെന്നെ എവിടേക്കാണ് കൂട്ടിക്കൊണ്ട് പോകുന്നത് എന്നെല്ലാം കണ്ണൻ ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ട് കണ്ണ, എന്താ നിനക്ക് എൻ്റെ കൂടെ വരാൻ പേടിയുണ്ടോ? വിവാഹത്തിന് മുൻപ് നിൻ്റെ വീൽ ചെയർ തള്ളി നിൻ്റെ കൂടെ നിന്നവരാണ് ഞാനും ഉണ്ണിയൊക്കെ. വിവാഹം കഴിഞ്ഞപ്പോൾ നിനക്ക് ഞങ്ങളൊക്കെ ശത്രുക്കളായി, പക്ഷേ ഇപ്പോൾ നീ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞല്ലോ എന്നെല്ലാം മേഘൻ പറയുന്നുണ്ട് കേട്ടോ കണ്ണനോട്. ഇപ്പോൾ എനിക്കൊപ്പമാണ് ഇവൻ, കുറച്ച് കഴിഞ്ഞ് ഇവൻ പരലോകത്തെത്തും എന്ന മനസ്സിൽ ഗൂഢലക്ഷ്യത്തോടെ പറയുന്നുണ്ട് കേട്ടോ. പറഞ്ഞ് ഇതിന് ചിരിക്കുകയാണ് മേഘൻ ചെയ്യുന്നത്. പിന്നീട് കണ്ണനെയും കൊണ്ട് ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് എത്തുന്നുണ്ട് കേട്ടോ മേഘൻ.
ഇതേ സമയം സാഗറിൽ നിന്നും വിവരങ്ങൾ അറിയുന്ന മഞ്ജു ആണെങ്കിൽ മഹാലക്ഷ്മിയെ വിവരം അറിയിക്കാനായിട്ട് അനന്തുവിൻ്റെയും ലേഖയുടെയും വീട്ടിലെത്തുന്നുണ്ട്. അപ്പോൾ മഞ്ജു കാര്യങ്ങളെല്ലാം മഹയെ അറിയിക്കുന്നുണ്ട്. പുറത്തുപോയി വരാം എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഞാൻ കണ്ണേട്ടനോട് പലതവണ പറഞ്ഞതാണ് മഞ്ജു, അവനോട് പോലെ ഒരു നീചനോടൊപ്പം കണ്ണേട്ടനോട് ഒറ്റയ്ക്ക് പോകണ്ടായെന്ന്. അനന്തുവേട്ടനെയും കൂടി കൂട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇതിപ്പോൾ എന്താണെന്ന് എങ്ങനെ അറിയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വല്ലാതെ തന്നെ പേടിക്കുന്നുണ്ട് കേട്ടോ മഹിയും. എന്തായാലും എനിക്ക് കുടുംബക്ഷേത്രത്തിലെത്തി കണ്ണേട്ടന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മഹി അമ്പലത്തിൽ എത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ എത്തുന്നതും ഭഗവതിയുടെ മുന്നിൽ നിന്നും കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് മഹി, കണ്ണൻ ഒരു ആപത്തും സംഭവിക്കാതിരിക്കാൻ വേണ്ടി. അപ്പോൾ മഹിയുടെ അടുത്തേക്ക് നമ്മുടെ സിദ്ധിയായിട്ടുള്ള അമ്മ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ണേട്ടന് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ എന്ന് എനിക്ക് പേടിയുണ്ട് അമ്മേ, എന്ത് ചെയ്യുമെന്ന് ഒരു രൂപവും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഹി അമ്മയുടെ മുന്നിൽ പൊട്ടിക്കരയുമ്പോൾ കണ്ണൻ മോന് ഒന്നും സംഭവിക്കില്ല എന്നും കണ്ണൻ മോനെ കൂട്ടിക്കൊണ്ടു പോയവൻ തന്നെയാണ്, അവൻ്റെ അന്ത്യം തന്നെയാണ് ഇന്ന് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള അമ്മയുടെ വാക്കുകൾ കേട്ട് ചെറിയൊരു ആശ്വാസം തോന്നുന്നുണ്ട് കേട്ടോ മഹിക്ക്. ശേഷം മേഘൻ കാറിൽ നിന്നും കണ്ണൻ്റെ ആ വീൽ ചെയർ എടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ണനാണെങ്കിൽ ഇതേ സമയം ചെറിയൊരു ടെൻഷനൊക്കെ തോന്നുന്നുണ്ട്. തുടർന്ന് കണ്ണൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ എന്നോട് പറയാനുള്ളത്, വേഗം പറ എന്ന് ആവശ്യപ്പെടുമ്പോൾ അതൊക്കെ ഉണ്ട് കണ്ണ, നീ എന്തായാലും പുറത്തേക്ക് ഇറങ്ങുമെന്ന് പറയുന്നുണ്ട് കേട്ടോ മേഘൻ. തുടർന്ന് ഇനിയും എന്തിനാ കണ്ണ എൻ്റെ മുന്നിൽ നീ ഇങ്ങനെ അഭിനയിക്കുന്നത്, നിൻ്റെ കാലുകൾക്കൊന്നും ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിൻ്റെ കുഞ്ഞാണ് അവളുടെ വയറ്റിൽ വളരുന്നത് എന്നും എനിക്കറിയാം. പക്ഷേ ആ കുഞ്ഞിൻ്റെ അച്ഛനായിട്ട് ജീവിക്കാൻ ഞാൻ നിന്നെ അനുവദിക്കുന്നില്ല. നിന്റെ സ്വത്തുക്കൾ എനിക്കും എൻ്റെ പ്രിയപ്പെട്ടവർക്കും ഉള്ളതാണ്. അത് മോഹിച്ചിട്ട് തന്നെയാണ് ഞങ്ങളൊക്കെ ജീവിക്കുന്നത്. നീയും അവളും ചേർന്ന് ഇങ്ങനെ ഒരു നാടകം കളിച്ച് ഞങ്ങളെ പറ്റിക്കാമെന്ന് കരുതിയോ? നിന്നെ ഞാൻ പരലോകത്തേക്കാണ് വയ്ക്കാൻ പോകുന്നത്. അവളോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കാൻ, ഞങ്ങളുടെയൊക്കെ കണ്ണിൽ പൊടിയിട്ട് അവളോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മേഘൻ തൻ്റെ കയ്യിൽ കരുതിയിരിക്കുന്ന ആ കത്തിയെടുത്ത് കണ്ണനെ കുത്താനായിട്ട് തുടങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ മേഘൻ കണ്ണനെ കുത്താനായിട്ട് തുടങ്ങുന്നതും നമ്മുടെ മാർക്കോ അവിടെ വരുന്നുണ്ട്. കാരണം മാർക്കോയുടെ കയ്യിലുള്ള ആ വേലിൻ്റെ ശക്തി കൊണ്ട് തന്നെ കണ്ണനോ മഹാലക്ഷ്മിക്കോ എന്തെങ്കിലും ഒരു ആപത്തുണ്ടായാൽ മാർക്കോയ്ക്ക് അത് മുൻകൂട്ടി തന്നെ അറിയാൻ കഴിയും. അപ്പോൾ അതങ്ങനെ തന്നെയാണ് മാർക്കോ അവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ മാർക്കോ തന്നെ ഇത്തവണ തൻ്റെ വേലുപയോഗിച്ച് മേഘൻ്റെ ജീവൻ എടുത്ത് കണ്ണനെ രക്ഷിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ കണ്ണൻ നടന്നു തുടങ്ങി എന്നുള്ള ഒരു കാര്യം മേഘനിൽ നിന്നും പിന്നീട് ആരും അറിയുന്നുമില്ല. അപ്പോൾ മേഘൻ തന്നെ തൻ്റെ കുഴി സ്വയം കുഴിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. മാർക്കോ അയാളുടെ അന്ത്യം കുറിച്ച് അയാൾക്കുള്ള ശിക്ഷയും കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്